ഒരു വീടോ സ്ഥലമോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുക അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തീരുമാനങ്ങളിൽ ഒന്നായിരിക്കും അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ നിങ്ങൾക്കറിയാമോ ഈ മുഴുവൻ പ്രോസസ്സിനും കൃത്യമായൊരു റൂൾ ബുക്ക് ഉണ്ടെന്ന്? അതാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ സെക്ഷൻ 55. അപ്പോൾ ഈ നിയമം എങ്ങനെയാണ് നിങ്ങളൊരു ചതിയിൽപ്പെടാതെ സംരക്ഷിക്കുന്നത്? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം ഈ നിയമത്തിന്റെ ബേസിക്സ് എന്താണെന്ന് നോക്കും. പിന്നെ വിൽപ്പനയ്ക്ക് മുൻപും ശേഷവും വാങ്ങുന്നയാൾക്കും വിൽക്കുന്നയാൾക്കുമുള്ള കടമകളും അവകാശങ്ങളും എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. അവസാനം എല്ലാം ഓർത്തിരിക്കാൻ ഒരു സിമ്പിൾ ചെക്ക് ലിസ്റ്റും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ എന്താണ് ഈ സെക്ഷൻ 55? ഇത് വെറുമൊരു നിയമം മാത്രമല്ല, 1882 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ ഹൃദയഭാഗമെന്ന് തന്നെ പറയാം. ഒരു പ്രോപ്പർട്ടി ഡീലിൽ ആരും ചതിക്കപ്പെടാതിരിക്കാൻ വാങ്ങുന്നയാൾക്കും വിൽക്കുന്നയാൾക്കും വ്യക്തവും നീതിയുക്തവുമായ ഒരു ചട്ടക്കൂടുണ്ടാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ നിയമത്തിന്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്താണെന്ന് വെച്ചാൽ ഇത് ആരുടെയെങ്കിലും ഒരു പക്ഷം പിടിക്കുന്നില്ല എന്നതാണ്. കരാർ ഒപ്പിടുന്നത് മുതൽ ആധാരം രജിസ്റ്റർ ചെയ്ത് ഉടമസ്ഥാവകാശം കൈമാറുന്നത് വരെയുള്ള മുഴുവൻ പ്രോസസ്സിലും രണ്ടു കൂട്ടർക്കും തുല്യമായ അവകാശങ്ങളും കടമകളും ഇത് ഉറപ്പാക്കുന്നു. അതായത് ഇടപാടിൽ കൃത്യമായ ഒരു ബാലൻസ് കൊണ്ടുവരുന്നു. ഒരു പ്രോപ്പർട്ടി ഡീലിലെ ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് സ്വാഗതം. അതായത് നിങ്ങൾ കരാർ ഒപ്പിട്ടു, പക്ഷേ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഇടവേളയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത. അതുകൊണ്ട് ഈ സമയത്ത് ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് നമുക്ക് വളരെ ശ്രദ്ധയോടെ നോക്കാം. ഇവിടെ നിയമം എത്ര മനോഹരമായാണ് ഒരു ബാലൻസ് ഉണ്ടാക്കുന്നത് നോക്കൂ. വിൽപ്പന പൂർത്തിയാകുന്നതുവരെ ആ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വാടകയോ മറ്റ് ലാഭങ്ങളോ എടുക്കാൻ വിൽക്കുന്നയാൾക്ക് അവകാശമുണ്ട്. അതേസമയം വാങ്ങുന്നയാൾ അഡ്വാൻസായി എന്തെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തുകയ്ക്ക് വസ്തുവിനിൽ ഒരു നിയമപരമായ അവകാശം സ്ഥാപിക്കാം. ഇതിനെയാണ് നമ്മളൊരു ചാർജ് എന്ന് പറയുന്നത്. സെക്ഷൻ 55(6)(b) പ്രകാരമാണ് ഈ അവകാശം കിട്ടുന്നത്. വിൽക്കുന്നയാൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് കേട്ടോ. വസ്തുവിന് എന്തെങ്കിലും മറഞ്ഞിരിക്കുന്ന കേടുപാടുകളുണ്ടെങ്കിൽ അത് സത്യസന്ധമായി വെളിപ്പെടുത്തണം. അതുപോലെ വിൽപ്പന പൂർത്തിയാകുന്നതുവരെ ഒരു സാധാരണ ഉടമ എങ്ങനെയാണോ ആ പ്രോപ്പർട്ടിയെ നോക്കുന്നത് അതുപോലെ സംരക്ഷിക്കണം. ചുരുക്കി പറഞ്ഞാൽ വീട് കൈമാറുന്നതുവരെ അതിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പരിപാലിക്കേണ്ടത് വിൽക്കുന്നയാളുടെ കടമയാണ്. എന്താണ് ഈ മെറ്റീരിയൽ ഡിഫെക്റ്റ്? വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു വീടിന്റെ ചുമരിൽ ചെറിയൊരു വിള്ളലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വാങ്ങുന്നയാൾക്ക് കാണാൻ പറ്റിയേക്കും അല്ലേ? എന്നാൽ ആ കെട്ടിടത്തിന്റെ അടിത്തറയ്ക്ക് ബലക്ഷയമുണ്ടെങ്കിലോ അത് വിൽക്കുന്നയാൾക്ക് അറിയാമായിരിക്കും, പക്ഷെ വാങ്ങുന്നയാൾക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ മെറ്റീരിയൽ ഡിഫെക്റ്റ് എന്ന് പറയുന്നത്. ഇനി വാങ്ങുന്നയാളുടെ കടമകൾ നോക്കാം. നിങ്ങൾക്ക് വസ്തുവിന്റെ വില ഭയങ്കരമായി കൂട്ടുന്ന എന്തെങ്കിലും ഒരു രഹസ്യവിവരം അറിയാമെങ്കിൽ അത് വിൽക്കുന്നയാളോട് പറയണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആ പറമ്പിന്റെ അടിയിൽ ഒരു നിധിയുണ്ടെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് മറച്ചുവെച്ച് കുറഞ്ഞ വിലയ്ക്ക് ആ സ്ഥലം വാങ്ങാൻ പാടില്ല. ഇതിനെയാണ് വാങ്ങുന്നയാളുടെ ഡ്യൂട്ടി ഓഫ് ഡിസ്ക്ലോഷർ എന്ന് നിയമം പറയുന്നത്. ശരി, അപ്പോൾ വിൽപ്പനയൊക്കെ കഴിഞ്ഞു, താക്കോലും കൈമാറി. ഇതോടെ എല്ലാം തീർന്നു എന്ന് കരുതരുത്. ഇവിടെയാണ് നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ടും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറുന്നത്. ആ വലിയ മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിയമം കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. കറണ്ട് ബില്ല്, വെള്ളക്കരം, കെട്ടിട നികുതി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രജിസ്ട്രേഷൻ നടക്കുന്ന ആ ദിവസം വരെ വിൽക്കുന്നയാളുടെ ഉത്തരവാദിത്തമാണ്. ആ ദിവസത്തിന് ശേഷം അതെല്ലാം പുതിയ ഉടമയായ വാങ്ങുന്നയാളുടെ തലയിലാവും. സെക്ഷൻ 55(1)(g)യും സെക്ഷൻ 55(5)(d)യും ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്നു. ഉടമസ്ഥാവകാശം കൈമാറുന്നതോടുകൂടി നേട്ടങ്ങളും നഷ്ടസാധ്യതകളും ഒരുപോലെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. വിൽപ്പനയ്ക്ക് ശേഷം ആ വസ്തുവിന് എന്ത് സംഭവിച്ചാലും അതൊരു വെള്ളപ്പൊക്കമോ തീപിടുത്തമോ എന്തുമാകട്ടെ അതിന്റെ മുഴുവൻ റിസ്ക്കും പുതിയ ഉടമയ്ക്കാണ്. വിൽപ്പന കഴിഞ്ഞാൽ വിൽക്കുന്നയാൾ നിയമപരമായി ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ കവനന്റ് ഫോർ ടൈറ്റിൽ എന്ന് പറയും. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഞാൻ വിൽക്കുന്ന ഈ പ്രോപ്പർട്ടിക്ക് വേറെ അവകാശികളില്ല, ഇത് വിൽക്കാൻ എനിക്ക് എല്ലാ അധികാരവുമുണ്ട് എന്ന് വിൽക്കുന്നയാൾ തരുന്ന ഒരു വാക്കാണിത്. സെക്ഷൻ 55(2) ആണ് ഈ ഗ്യാരണ്ടി നൽകുന്നത്. ഇത് സാധാരണയായി ഉണ്ടാകുന്നൊരു ചോദ്യമാണ്. രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു, പക്ഷെ പണം മുഴുവനായും കിട്ടിയിട്ടില്ല. അപ്പോൾ വിൽക്കുന്നയാൾ എന്തു ചെയ്യും? ഭാഗ്യവശാൽ നിയമത്തിൽ ഇതിന് കൃത്യമായ ഒരു പരിഹാരമുണ്ട്. നമുക്ക് ഒരു ഉദാഹരണം തന്നെ എടുക്കാം. 1 കോടി രൂപയുടെ ഒരു ഇടപാട് നടന്നു. അതിൽ 15 ലക്ഷം രൂപ ഇനിയും കിട്ടാനുണ്ടെന്ന് കരുതുക. ഈ ഒരു സാഹചര്യത്തിൽ വിൽക്കുന്നയാൾക്ക് എന്ത് സംരക്ഷണമാണ് നിയമം നൽകുന്നത്?
കിട്ടാനുള്ള 15 ലക്ഷം രൂപയ്ക്ക് വിറ്റ വസ്തുവിന്മേൽ വിൽക്കുന്നയാൾക്ക് ഒരു നിയമപരമായ അവകാശം ലഭിക്കും. ഇതിനെയാണ് നിയമത്തിൽ വെൻഡേഴ്സ് ലീൻ എന്ന് പറയുന്നത്. സെക്ഷൻ 55(4)(b) അനുസരിച്ചാണ് ഈ അവകാശം. പണം മുഴുവൻ തിരികെ കിട്ടുന്നതുവരെ ആ പ്രോപ്പർട്ടിയിന്മേൽ വിൽക്കുന്നയാൾക്ക് ഈ അവകാശം നിലനിൽക്കും. ഇത് വിൽക്കുന്നയാൾക്ക് നിയമം നൽകുന്ന ഏറ്റവും വലിയൊരു സേഫ്റ്റി നെറ്റാണ്. ഇത്രയും നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു അല്ലേ? അപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ഒരു ചെക്ക് ലിസ്റ്റ് രൂപത്തിൽ നമുക്ക് നോക്കാം. ഒരു വസ്തു വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ ഇത് നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെടും. ഈ പട്ടിക നോക്കൂ, കാര്യങ്ങൾ എത്ര സിമ്പിളാണെന്ന്. മറഞ്ഞിരിക്കുന്ന കേടുകൾ വെളിപ്പെടുത്തേണ്ടത് വിൽക്കുന്നയാളുടെ കടമയാണ്. എന്തിന്? വാങ്ങുന്നയാൾക്ക് ശരിയായൊരു തീരുമാനമെടുക്കാൻ. അതേസമയം കൃത്യസമയത്ത് പണം കൊടുക്കേണ്ടത് വാങ്ങുന്നയാളുടെ ഡ്യൂട്ടിയാണ്. കാരണം അതാണല്ലോ ആ കരാറിന്റെ അടിത്തറ. ഓരോ കടമയും എന്തിന് പ്രധാനമാണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഈ നിയമങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നത് വെറുതെ പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലെയല്ല. ഇത് നിങ്ങളെ കൂടുതൽ ശക്തരാക്കുന്ന ഒരു പ്രാക്ടിക്കൽ ടൂളാണ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പാഠം ഇതാണ്: സെക്ഷൻ 55-നെക്കുറിച്ചുള്ള അറിവ് ഒരു പ്രോപ്പർട്ടി ഡീലിൽ നിങ്ങൾക്ക് നൽകുന്ന ശക്തി വളരെ വലുതാണ്. ഇത് നിങ്ങളെ ചതികളിൽ നിന്ന് സംരക്ഷിക്കും, ഒപ്പം ശരിയായ തീരുമാനമെടുക്കാൻ സഹായിക്കുകയും ചെയ്യും. ഈ നിയമങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്കറിയാം. പക്ഷേ അടുത്ത തവണ ഒരു വസ്തു ഇടപാടിന് പോകുമ്പോൾ ഈ അറിവ് ഉപയോഗിച്ച് നിങ്ങൾ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാണോ? എപ്പോഴും ഓർക്കുക, അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്.